Hi dear friends, it is me Anas Bilal. Welcome back to my channel. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്ന നല്ല അടിപൊളിയായിട്ടുള്ള അൽഫാമാണ്. അതിന് മുമ്പായിട്ട് ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. ഗയ്സ്, അപ്പോൾ നമുക്ക് ചിക്കൻ വാങ്ങിയിട്ട് വരാം. ഓക്കേ? നല്ലൊരു കോയിനോ ഓക്കെ, നല്ല പൊളിയായിട്ട് കേട്ടോ, അല്ലെങ്കിൽ ടേസ്റ്റ് കുറച്ച് അധികമായി പോവും. ഇനി നമുക്ക് അതിലേക്ക് വേണ്ട പ്രധാനപ്പെട്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മീഡിയം സൈസിൽ 2 വെളുത്തുള്ളി, കുറച്ച് പച്ചമുളക്, നാരങ്ങ, കുറച്ച് മല്ലിച്ചപ്പ്, ജിഞ്ചർ. ഇതിൽ നാരങ്ങ ഒഴിച്ചിട്ടുള്ള ബാക്കിയെല്ലാം നമ്മൾക്ക് നല്ല പോലെ അരച്ചെടുക്കേണ്ടതുണ്ട്. നല്ല പേസ്റ്റ് രൂപത്തിലാക്കി അരച്ചെടുക്കണം. ഓക്കെ, ഇത്രയും നമുക്ക് അരച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട പൊടികൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഗരം മസാല, മഞ്ഞൾപ്പൊടി, നല്ല ജീരകത്തിൻ്റെ പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി. ഇത്രയും പൊടികൾ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ആദ്യം നാം അരച്ചെടുത്ത മസാല ഇതിലേക്ക് ആഡ് ചെയ്യാം. ഗൈസ്, ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഈ കൂട്ട് നമ്മൾ അരച്ചെടുത്തപ്പോൾ ഇതിൽ ഉപ്പ് ആഡ് ചെയ്തിരുന്നു, അത് പറയാൻ വിട്ടുപോയതാണ്. നമ്മുടെ ഈ മസാല ചിക്കനിൽ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം 2 മണിക്കൂറെങ്കിലും ഫ്രീസറിൽ വെക്കണം. എന്നാൽ മാത്രമേ ആ ടേസ്റ്റ് ചിക്കനിലൊക്കെ വരികയുള്ളൂ. ഇനി തകരയുടെ തപ്പ് കൊണ്ട് ഒരു ഉടായിപ്പ് അടുപ്പ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതിൽ നല്ല പോലെ ചിരട്ട എടുത്ത് കത്തിക്കണം നമുക്ക്. ഈ ചിരട്ടയൊക്കെ കത്തി തീർന്നിട്ടുള്ള ആ കനലിലാണ് നമ്മുടെ ചിക്കൻ നമ്മൾ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഓക്കെ, നമ്മളെ കനലൊക്കെ നന്നായിട്ട് കത്തിയെടുത്തിട്ട് നല്ല ചൂടുണ്ട്. കുറച്ചൊന്ന് മാറിക്കല്ലേ, ഈ പണി പാളും. നമുക്ക് ചൂടായിട്ടൊന്ന് തൊട്ട് നോക്കി ഏകദേശം കത്തി തീർന്നാൽ നമുക്ക് അവസാനിപ്പിക്കാം എന്നാണ് നമ്മളെ ബോസ് പറയുന്നത്. ഓക്കെ, നമ്മളെ ചേട്ടൊക്കെ കത്തിയിട്ട് നല്ല കനലായിട്ടുണ്ട്. ഇനി ചിക്കൻ ഓരോ പീസായിട്ട് എടുത്ത് നമുക്ക് ഗ്രില്ലിലേക്ക് വെച്ച് കൊടുക്കാം. ഓക്കെ, നമ്മുടെ അടുപ്പിലേക്ക് ഗ്രില്ല് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അൽഫാം അവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുവരെ നമുക്ക് നമ്മുടെ പ്രകൃതിയൊക്കെ ഒന്ന് ആസ്വദിക്കാം. വളരെ പ്രകൃതി രമണി അല്ലേ, രമണി എന്നല്ല പറയാ, രമണീയായിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ എല്ലാം എൻജോയ്. നമ്മൾ പ്രകൃതി ആസ്വദിച്ച് വന്നപ്പോഴേക്കും നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അൽഫാമിൻ്റെ സ്മെല്ലൊക്കെ അടിപൊളിയായിട്ട് വരുന്നുണ്ട്, പൊളിയാണ്. അപ്പോൾ ഓക്കെ ഗൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കഴിയുമെങ്കിൽ നിങ്ങൾ വീട്ടിൽ പരീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇനിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നവരെ സൈൻ ഔട്ട്.